അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ കോൺഫ്ലിക്റ്റ് ആൻഡ് നെഗോഷിയേഷൻ എന്നുള്ള പാർട്ടാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് കോൺഫ്ലിക്റ്റ്? മീനിങ് ഓഫ് കോൺഫ്ലിക്റ്റ്. Conflict refers to a situation in which one party perceives that another party has negatively affected or is about to negatively affect something it values. ഒരു പാർട്ടി മറ്റൊരു പാർട്ടിയെ അവർ സ്വന്തം പാർട്ടിയുടെ സ്വന്തം പാർട്ടിയെ നെഗറ്റീവായി അഫക്റ്റ് ചെയ്യണതോ അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യാൻ പോണതോ ആയ കാര്യം ചെയ്യാൻ പോകണമെന്നുള്ള ഒരു പെർസീവൻസിനുള്ള സാഹചര്യമാണ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ അല്ലെങ്കിൽ ഒരു പാർട്ടി മറ്റൊരു പാർട്ടിക്ക് നെഗറ്റീവായി എഫക്റ്റ് ചെയ്യണം എന്തെങ്കിലും കാര്യം ചെയ്യുന്നു എന്നുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എത്ര ഉള്ളൂ: ഒരു പാർട്ടി മറ്റൊരു പാർട്ടിയെ അഫക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് പാർട്ടി ക്യാരി ചെയ്യുന്നൊരു സാധനത്തെ അവർ ഇല്ലാതാക്കാൻ പോവുക അല്ലെങ്കിൽ എഫക്റ്റ് ചെയ്യിക്കാൻ പോകുന്നതുമായിട്ടുള്ളൊരു കാര്യം വേറൊരു പാർട്ടി ചെയ്യുന്ന ഒരു സാഹചര്യത്തിനാണ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് ഇത് ഇനിവിറ്റബിൾ ഇൻ ഓർഗനൈസേഷൻ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം മിക്കവാറും ഓർഗനൈസേഷനിലൊക്കെ ഇത്തരം കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാറുണ്ട്, പെർസെപ്ഷനാണ്. അപ്പോൾ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു കൂട്ടം ഒരാളെങ്ങനെയാണോ വേറൊരാളുടെ സിറ്റുവേഷൻ അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ പെർസീവ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. പിന്നെ ഡൈനാമിക്കാണ്, ഓരോ സമയത്തിനനുസരിച്ച് ഇത് മാറിക്കൊണ്ടേയിരിക്കും. കോൺഫ്ലിക്റ്റിൻ്റെ കാരണവും കോൺഫ്ലിക്റ്റും മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ ക്യാൻ ബി കൺസ്ട്രക്റ്റീവ് ഓർ ഡിസ്ട്രക്റ്റീവ്. ഇത് നല്ലതിനും ബാധിക്കും, മോശമായിട്ടും ഇതിന് ഓർഗനൈസേഷനെ ബാധിക്കുന്നു. പിന്നെ ടൈപ്സ് ഓഫ് കോൺഫ്ലിക്റ്റാണ്. ഒന്ന് ഇൻ്റർപേഴ്സണൽ, സ്വന്തം ഒരാളുടെ ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെസ്സ് അല്ലെങ്കിൽ പേഴ്സണൽ പ്രോബ്ലംസ് വീട് അല്ലെങ്കിൽ റോൾ ആംബിഗ്യൂറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ റോൾ എന്താണെന്ന് കറക്റ്റായിട്ട് അറിയാതിരിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇൻട്രാപേഴ്സണലായിട്ടും പിന്നെ ഇൻ്റർപേഴ്സണൽ എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ളതാണ്. ഇത് സുപ്പീരിയറും സബോർഡിനേറ്റ്സ് തമ്മിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള അത്തരം കോൺഫ്ലിക്റ്റുകളെയാണ് ഇൻ്റർപേഴ്സണൽ എന്ന് പറഞ്ഞാൽ. പിന്നെ അടുത്തത് ഇൻ്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റാണ്. രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുണ്ടാവുന്നത്. അപ്പോൾ അവരുടെ ഗോളുകൾ തമ്മിൽ വ്യത്യസ്തമാകുമ്പോൾ അല്ലെങ്കിൽ അവരുടെ റിസോഴ്സുകളിൽ കോമ്പറ്റീഷൻ ഉണ്ടാവുന്നതൊക്കെയാണ് ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. പിന്നെ ലെവലുകളാണ്. ഒന്ന് ടാസ്ക് കോൺഫ്ലിക്റ്റ്, ലെവൽസ് ഓഫ് കോൺഫ്ലിക്റ്റ്. ഒന്ന് ടാസ്ക് കോൺഫ്ലിക്റ്റ് ആണ് റിലേറ്റഡ് ടു വർക്ക് കണ്ടന്റ് ആൻഡ് ഗോൾസും വർക്ക് കണ്ടന്റ് തമ്മിലുള്ള ബന്ധത്തിലൂടെ ഉണ്ടാകുന്നതാണ് ടാസ്ക് കോൺഫ്ലിക്റ്റ്. പിന്നെ റിലേഷൻഷിപ്പ് കോൺഫ്ലിക്റ്റ്, ആളുകൾ തമ്മിൽ പേഴ്സണൽ ഇഷ്യൂസ് ഇമോഷൻസ് കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാകുന്നതാണ് റിലേഷൻഷിപ്പ് കോൺഫ്ലിക്റ്റ്. പിന്നെ പ്രോസസ് കോൺഫ്ലിക്റ്റ് ആണ്, എങ്ങനെയാണ് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തെന്നുള്ള ഇതിലൂടെ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റാണ്. പിന്നെ അടുത്തത് കോസസ് ഓഫ് കോൺഫ്ലിക്റ്റുകൾ എങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നത്. ഒന്ന് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലമാണ്. രണ്ട് വ്യക്തികൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുണ്ടാകുന്ന കമ്മ്യൂണിക്കേഷനിൽ വരുന്ന പ്രശ്നങ്ങൾ. പിന്നെ ഡിഫറൻസ് ഇൻ വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് പെർസെപ്ഷന്. ഒരാൾ പറഞ്ഞ രീതിയിലായിരിക്കും മറ്റാൾ എടുത്തുണ്ടാവുക, അല്ലെങ്കിൽ അയാളുടെ ആറ്റിറ്റ്യൂഡ് അയാൾക്ക് പറ്റിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഇവരുടെ വാല്യൂസോ അല്ലെങ്കിൽ അവരുടെ വാല്യൂസ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ്. പിന്നെ സ്കാരിറ്റി ഓഫ് റിസോഴ്സസ്, അവരുടെ റിസോഴ്സസ് കുറഞ്ഞു പോവുക അല്ലെങ്കിൽ അത് അവർക്ക് കിട്ടുമെന്നുള്ള ഒരു പേടി. പിന്നെ സ്വന്തം റോൾ എന്താണെന്ന് വ്യക്തമില്ലാതിരിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. പിന്നെ പവറിൻ്റെ സ്റ്റാറ്റസ് ഡിഫറൻസ്, അല്ലെങ്കിൽ രണ്ടാളുകൾ തമ്മിൽ പവറും സ്റ്റാറ്റസ് വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഇത് ഉണ്ടാകുന്ന പൂർ ലീഡർഷിപ്പ്, ഒരു ലീഡർ മോശമാകുമ്പോഴും ഇത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്കുകളാണ്. ഒന്നാമത്തെ അവോയ്ഡൻസ് ആണ്. ചെറിയ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അത് അവോയ്ഡ് ചെയ്യുക, അത് കണ്ടില്ല നടിക്കുക എന്നുള്ളതാണ് ബെസ്റ്റ് രീതി. പിന്നെ രണ്ടാമത്തത് അക്കമഡേഷനാണ്. വൺ പാർട്ടി ഗീവ്സ് അപ്പ് ഇറ്റ്സ് ഇൻട്രസ്റ്റ് മെയിൻറ്റെയിൻസ് ഹാർമണി. അപ്പോൾ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരാൾ വേറൊരാളുടെ ഇൻട്രസ്റ്റിനെ പരിഗണിച്ചുകൊണ്ട് അയാളുടെ ഇൻട്രസ്റ്റ് ഗീവ് അപ്പ് ചെയ്യുക അല്ലെങ്കിൽ വിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായിട്ട്. അപ്പോൾ ഒരു സബോർഡിനേറ്റ്
അല്ലെങ്കിൽ ഒരു സീനിയർ ആയിട്ടുള്ള ആൾക്ക് വേണ്ടിയിട്ട് ജൂനിയർ ആയിട്ടുള്ള അയാളുടെ ഇൻട്രസ്റ്റിന് ഗിവ് അപ്പ് ചെയ്യുന്ന രീതിയാണ്. ഇത് ഗ്രൂപ്പിൻ്റെ ഇടയിൽ ഹാർമണി നിലനിർത്താൻ സഹായിക്കുന്നു. പിന്നെ കോമ്പറ്റീഷനാണ്. വൺ പാർട്ടി വിൻസ് അറ്റ് ദ എക്സ്പെൻസീവ് ഓഫ് അതർ സ്യൂട്ടബിൾ ഇൻ അർജൻറ്റ് സിറ്റുവേഷൻ. രണ്ടാളിൽ ഒരാൾ എന്ത് ചെയ്യുക വിൻ ചെയ്യുന്ന രീതിയാണ്. ഇത് അർജൻറ്റ് സിറ്റുവേഷനിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കോംപ്രമൈസാണ്. രണ്ട് പാർട്ടികൾ സംസാരിച്ച് അവർക്ക് ടെമ്പററി ഇഷ്യൂസൊക്കെ ആണെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റും, ടെമ്പററി സൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് പാർട്ടിയിലും വെച്ചിട്ട് അവർ രണ്ടാളും ഗീവ് അപ്പ് ചെയ്യുന്നു, ചില കാര്യങ്ങളൊക്കെ വിട്ടുകൊടുത്ത് അങ്ങനെ ഉണ്ടാവുന്നതാണ്. പിന്നെ കൊളാബറേഷനാണ്. രണ്ട് പാർട്ടിക്കും എഫക്റ്റീവായ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവന്നാണ് അവർ രണ്ടും വർക്ക് ടുഗദർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന രീതി. പിന്നെ അടുത്തത് മീനിങ് ഓഫ് നെഗോഷിയേഷനാണ്. നെഗോഷിയേഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ is a process in which two more parties exchange offers, try to reach a mutually acceptable agreement. ഒരു രണ്ടാൾക്കും ചെയ്യാൻ പറ്റുന്ന മ്യൂച്വലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അഗ്രിമെൻറ്റിലേക്ക് ഇവർ എത്തിച്ചേരുന്നു. അവർ ഓഫറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക, അങ്ങനെയുള്ളൊരു കാര്യമാണ് നെഗോഷിയേഷൻ. സോൾവ് കോൺഫ്ലിക്റ്റുകൾ ഇല്ലാതാക്കുന്ന ഒരു രീതിയാണ് നെഗോഷിയേഷൻ. നെഗോഷിയേഷൻ ഈസ് പ്രോസസ് വിച്ച് ടു ഓർ മോർ പാർട്ടി എക്സ്ചേഞ്ച് ഗുഡ്സ് ഓർ സർവീസസ് ആൻഡ് അറ്റംപ്റ്റ് ടു അഗ്രി ഓൺ ദ എക്സ്ചേഞ്ച് റേറ്റ് ഓഫ് ദം. അപ്പം നേരത്തെ പറഞ്ഞ തന്നെ രണ്ട് പാർട്ടികൾ അവരുടെ നല്ലത് അല്ലെങ്കിൽ സർവീസുകളൊക്കെ ബാക്കിയുള്ളവർ അംഗീകരിച്ച് ബാക്കിയുള്ളവർക്ക് അവരും അംഗീകരിച്ച് ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുന്നൊരു അല്ലെങ്കിൽ രീതിയാണ് നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ടൈപ്സാണ് പറയുന്നത്. നെഗോഷിയേഷൻ ഒന്നാമത്തെ ഡിസ്ട്രിബ്യൂട്ടീവ് നെഗോഷിയേഷനാണ്. സീറോ സം അപ്രോച്ച്, വൺ പാർട്ടി സ്കെയിൽ ഈസ് അനദർ ലോസ്. അപ്പോൾ ഒരാൾക്ക് ഗെയിൻ ഉണ്ടാകുമ്പോൾ മറ്റൊരാൾക്ക് ലോസ് ഉണ്ടാകുന്ന രീതിയാണ് ഇത്. പിന്നെ രണ്ടാമത്തെ ഇൻറ്റഗ്രേറ്റീവ് ആണ്. രണ്ടാളും വിൻ ചെയ്യുന്ന രീതിയാണ്. ഫോക്കസ് മ്യൂച്വൽ ബെനിഫിറ്റുകൾ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് ഇത്. ഇനിയും ഇമ്പോർട്ടൻസ് എന്താണ്, ഇത് ഡെസിഷൻ മേക്കിങ്ങിന് ഇമ്പ്രൂവ് ചെയ്യാനും സ്ട്രെസ്സും ടെൻഷനും കുറയ്ക്കാനും പിന്നെ ടീം വർക്ക് എൻഹാൻസ് എന്ന് പറഞ്ഞാൽ വളർത്താനും അല്ലെങ്കിൽ പരസ്പരമുള്ള പ്രശ്നങ്ങൾ തീർക്കാനും എഫക്റ്റീവ് ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യാനൊക്കെ സഹായിക്കുന്നു. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് നെഗോഷിയേഷനും ഒരു ഓർഗനൈസേഷൻ അവരിൽ പ്രധാനപ്പെട്ടൊരു പാർട്ടാണ്. അത് നല്ല ഔട്ട്കമ്മിലേക്ക് പ്രോപ്പറായിട്ട് കോൺഫ്ലിക്റ്റുകൾ മാനേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഔട്ട്കമ്മിലേക്ക് പോകുന്നു. ഇല്ലെങ്കിൽ അത് നമ്മുടെ ഓർഗനൈസേഷനെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. ഇത്രയൊക്കെയാണ് ഈ പാർട്ടിൽ പറയാനുള്ളത്. അസ്സലാമു അലൈക്കും.